ഭാരതീയ വാസ്തുവിദ്യയും ചൈനീസ് വാസ്തുവിദ്യയും ഒത്തുചേരുന്നു ഫെങ് ഷുയി. ഫെങ് ഷുയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി തേജസ് ഫെങ് ഷുയി സെന്റർ ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. സ്വാഗതം സർ. നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി ബ്യൂട്ടി പാർലറെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബ്യൂട്ടി പാർലർ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസപ്ഷൻ നമ്മൾ സംസാരിച്ചു. റിസപ്ഷനിൽ ഒരു വരുന്ന ആളെ പ്ലസൻ്റ് ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങൾ വെക്കാം, ലൈവ് ആക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ത്രെഡിങ് സെൻറ്ററിലേക്ക് വന്നു. ത്രെഡിങ് ചെയർ എങ്ങനെ സെറ്റ് ചെയ്യണം, അവിടെ എന്തൊക്കെ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ റിസപ്ഷനിൽ ഫിഷിംഗ് എക്വേറിയം വെക്കുന്നത് പോലെ അതിനകത്തും അങ്ങനെ എന്തെങ്കിലും വെക്കാൻ ഉണ്ടോ? ഉറപ്പായിട്ട് വെക്കാം. നമുക്ക് ത്രെഡിങ് ടേബിൾ ഇടുന്ന ഞാൻ പറഞ്ഞല്ലോ, റിസപ്ഷൻകാരുടെ വലിയ റൂമായിരിക്കണം ത്രെഡിങ്. അവിടെ നമുക്ക് ഇതേപോലെ ഫിഷ് ടാങ്ക് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഫിഷ് അതിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണർ, തെക്ക് കിഴക്ക് ഭാഗത്താണ് ഫിഷ് ടാങ്ക് ഒക്കെ വെക്കേണ്ടത്. അതൊരു 8 ഗോൾഡ് ഫിഷും ഒരു ബ്ലാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. പക്ഷേ ഇട്ടിട്ട് അങ്ങ് ചുമ്മാ നോക്കിയിരുന്നാൽ പറ്റത്തില്ല. അത് പരിപാലിക്കണം, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഡെയിലി ഓരോ മീൻ തീർന്നു പോകും. അപ്പോൾ അത് കൃത്യമായിട്ട് കറക്റ്റ് ഓക്സിജൻ കൊടുക്കണം, കറക്റ്റ് ക്ലീനിങ് ഉണ്ടായിരിക്കണം. എല്ലാ വീടുകളിലും ഫിഷ് ടാങ്ക്, ഇപ്പം പല എപ്പിസോഡിലും ഞാൻ പറഞ്ഞു, ഇങ്ങനെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഫിഷ് ടാങ്ക് വെച്ച് കഴിഞ്ഞിട്ട് അതിനകത്തൊരു 8 ഗോൾഡ് ഫിഷോ ഒരു ബ്ലാക്കും ഇട്ട് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല എന്ന് പറയാറുണ്ട്. ഇവരപ്പോഴും ഓടിച്ച് നടത്തുള്ള അക്വേറിയത്തിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട്, ബാംഗ്ലൂരൊക്കെ ഒത്തിരി വീടുകൾ സംഭവിച്ചതാണ്, വാങ്ങിച്ചു വെച്ചു. ഈവൻ ഓക്സിജൻ പോലും അത് കൊടുക്കത്തില്ല. 3 ദിവസം അതിനിടയ്ക്കെല്ലാം തീരും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ, അതായത് നമ്മളൊരു സാധനം നല്ലതാന്ന് പറഞ്ഞു കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ട് അവസാനം ഇത് ഈ ഫിഷിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് 2-3 ദിവസത്തിനുള്ളിൽ ശ്രദ്ധ കൊടുക്കാതെ അത് ചത്തുപോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു നെഗറ്റീവ് എനർജി ആയിട്ട് പരിണമിക്കും. അത് ചെയ്യാൻ പാടില്ല. കാരണം നമ്മളിത് എന്ത് കാര്യവും നമ്മൾ ചെയ്യണമെങ്കിൽ അത് അർപ്പണ മനോഭാവത്തോടു കൂടി, ആത്മാർത്ഥതയോടു കൂടി ചെയ്യണം. ഒരു ഫിഷ് അതൊരു 8 ജീവനാണ് അതിനകത്ത്. അതിനെ പരിപാലിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് വാങ്ങിക്കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു 10 ദിവസം ഫുഡൊന്നും ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതേപോലെ അല്ലേ അതും ഓക്സിജൻ വേണ്ടയോ? ഇപ്പം ഈ ജലത്തിലായിരുന്നാലും അത്രയും ഇതിനകത്ത് സെപ്പറേറ്റ് ഓക്സിജൻ കൊടുക്കേണ്ട ഐറ്റങ്ങളുണ്ട്. അതൊക്കെ വാങ്ങിച്ചു വയ്ക്കണം. കൃത്യമായിട്ട് ക്ലീനിങ് വേണം. അതെല്ലാം ചെയ്യണം. അങ്ങനെ കൊണ്ടുപോകുന്ന കൃത്യമായിട്ട്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, ബാമ്പു വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭാഗം ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ അയ്യോ എന്താ ടെൻഷൻ. അത് ഉണങ്ങാതെ നോക്കേണ്ട ഡ്യൂട്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? മറ്റതും ഫിഷും ചത്തുപോകാതെ നോക്കേണ്ട ഡ്യൂട്ടി ഉണ്ട്. അതിനെ പരിപാലിക്കണം. എന്നാലേ നമുക്ക് അതിനുള്ള പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടും. എന്ത് കാര്യം വരുന്നാലും ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പലതിലും ഞാൻ ഇനിയും വരുന്ന എപ്പിസോഡിൽ പലതും ഉണ്ട്. നമുക്ക് ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളും ഉണ്ട്. അത് നമ്മളൊരു എന്താ പറയുക, നിസ്സാരമായിട്ട് കളയുന്ന സാധനങ്ങൾ പോലും നമ്മുടെ ലൈഫിൽ ഒത്തിരി നമുക്ക് ബാധിക്കുന്നതായിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ ത്രെഡിങ് ചെയർ വരെ എത്തി. പിന്നെ ഒരു ബ്യൂട്ടി പാർലറിൽ പിന്നെ വേണ്ടുന്ന ഒരു സാധനമാണ് ഈ ഫേഷ്യൽ ബെഡ് എന്ന് പറയുന്നത്. അവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഫേഷ്യൽ ബെഡ് ഇടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പല എപ്പിസോഡിലും പറഞ്ഞതുപോലെ, ബ്യൂട്ടീഷ്യന് സൂട്ടബിൾ ആയിട്ടുള്ള ഭാഗത്തോട്ടായിരിക്കണം ഫേഷ്യൽ ബെഡ്. ബെഡ് എന്ന് പറയുമ്പോൾ ചെയറാണ്, അത് അഡ്ജസ്റ്റ് ചെയ്ത് ബെഡാക്കി വെക്കുന്നതാണ് ഇത് വരുന്നത്. അപ്പം എപ്പോഴും ആ ഭാഗത്ത് അല്ലെങ്കിൽ ഫേഷ്യൽ ബെഡ് ഇട്ടിരിക്കുന്ന ആ റൂമിനകത്ത് ടിവിയോ കാര്യങ്ങളോ ആവശ്യമില്ല. അതിനകത്ത് എപ്പോഴും ഒരു മ്യൂസിക്, ലൈറ്റ് മ്യൂസിക് കൊടുക്കാം. കാരണം ഫേഷ്യൽ ചെയ്തിട്ട് കുറച്ച് സമയം അല്ലേ, അരമണിക്കൂറോ 1 മണിക്കൂറായിട്ടൊക്കെ ആ കണ്ണടച്ച് തന്നെ കിടക്കും. അപ്പം ടി വി വെച്ച് ആർക്ക് കാണാൻ പറ്റും? ഇല്ല. അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ നല്ല മോട്ടിവേഷൻ സ്പീച്ചൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ ഈ റൂമുകളും ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. കാരണം ആ ഒരു സമയമാണ് എപ്പോഴും ഒരു ബ്യൂട്ടി പാർലറിൽ പോകുന്ന സ്ത്രീകളല്ലെങ്കിൽ പുരുഷന്മാരും എല്ലാം അവരുടെ ഒരു പ്രൈവസി ആഗ്രഹിക്കുന്ന സ്പേസ് ഫേഷ്യൽ ബെഡിലേക്ക് നടത്താണ്. കാരണം നമ്മൾ കണ്ണടച്ച് കിടക്കുക. മനസ്സിലായില്ലേ? അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, എല്ലാ ബ്യൂട്ടി പാർലറും ഇപ്പം ക്യാമറ സെറ്റ് ചെയ്ത്, കാരണം അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കഴിയുന്നതും ഈ ഫേഷ്യൽ ബെഡ്, മസാജിങ് റൂം ഇതിലൊന്ന് ക്യാമറ സെറ്റ് ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് അല്ലെങ്കിൽ ഒരു ഓണർക്ക് അവിടെ ഇരിക്കുന്ന ബ്യൂട്ടീഷ്യൻ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി ആയിരിക്കും അത് വെച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ വർക്ക് ചെയ്യാൻ വരുന്നവരാണ്. ഇപ്പം ഉദാഹരണം, നമ്മൾ തന്നെ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി അവിടെ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു, ഫ്രണ്ടിൽ 2-3 ക്യാമറയുണ്ട്. നമ്മുടെ മനസ്സെന്തായിരിക്കും അല്ലയോ? എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവും. അത് പല ബ്യൂട്ടി പാർലർ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ക്യാമറ. കാരണം അത് അവരുടെ സേഫ്റ്റി ആണെങ്കിലും അത് വന്നിരിക്കുന്ന ഒരു ക്ലയൻറ്റിന് അതൊരിക്കലും ഒരു പോസിറ്റീവായിട്ടുള്ളതല്ല. ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഉപബോധ മനസ്സ് എപ്പോഴും ടെൻഷൻ ആയിക്കൊണ്ടേയിരിക്കും, കോൺസെൻട്രേഷൻ. കാരണം എപ്പോഴും ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഒരു ലൈറ്റായിട്ടുള്ളൊരു സ്ലീപ്പ്, അതായത് ഒരു മയക്കം
എന്ന് പറയണമെങ്കിൽ ആ റൂമിൽ കാരണം സുഖമായിട്ടുള്ളൊരു ചെറിയ രീതിയിലുള്ള ഉറക്കം കിട്ടുന്ന റൂമാണ്. നമ്മളിങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു ക്യാമറ നമ്മുടെ ഫ്രണ്ടിലുണ്ടെങ്കിൽ എന്താ അവസ്ഥ? അത് നമ്മുടെ അതിനെ ഇത് മാറ്റും. അപ്പോൾ പ്രൈവസി ഏറ്റവും കൂടുതൽ വേണ്ട റൂമാണ് ഈ 2 റൂം. അതിനകത്ത് ക്യാമറ പാടില്ല. അത് ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുന്നതായിരിക്കും പല ബ്യൂട്ടി പാർലറും ഏറ്റവും നല്ലത്. അങ്ങനെ മാറ്റി കഴിയുമ്പോൾ വന്നിരിക്കുന്ന കാരണം എപ്പോഴും ഒരു കസ്റ്റമറാണ് അവിടുത്തെ ഗോഡ് അല്ലേ? ആ കസ്റ്റമറുടെ എന്താണോ അവരുടെ ആവശ്യം അത് നിറവേറ്റി കൊടുക്കുക, അതാണ്. അപ്പം എപ്പോഴും ഫേഷ്യൽ ബെഡ് ഇടുന്ന ഭാഗത്ത് ഇങ്ങനെയുള്ള ലൈറ്റായിട്ടുള്ള മ്യൂസിക് കൊടുക്കാം. ആ ഭാഗത്തും ഈ പറയുന്ന പിസ്ത ഗ്രീൻ അല്ലെങ്കിൽ ലെമണല്ലോ കളറൊക്കെ ആയിരിക്കണം ആ റൂമിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ചെറിയൊരു മിറർ മാത്രം ഫ്രണ്ടിൽ മതി, ബാക്കിലൊന്നും മിററിൻ്റെ ആവശ്യമില്ല. എപ്പോഴും AC ഒക്കെ സെറ്റ് ചെയ്യാൻ കഴിയുമെങ്കിലും നല്ലതായിരിക്കും. അല്ലെങ്കിൽ എപ്പോഴും ഒരു കൂളായിട്ടുള്ളൊരു ഇത് ഇപ്പോൾ ലൈറ്റായിട്ടൊരു ഫാനൊക്കെ ഇട്ട് നല്ലൊരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും നല്ല അവിടെയൊക്കെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നല്ല റൂം സ്പ്രേ ഒക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ച് പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന റൂം സ്പ്രേ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ആള് അവിടുന്ന് പോയാൽ അടുത്ത ദിവസം അവിടെ തന്നെ വരും. പല ബ്യൂട്ടീഷ്യന്മാർ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, സാറേ എനിക്ക് ആദ്യം തുടങ്ങിയപ്പോഴൊക്കെ നല്ല വർക്ക് ഉണ്ടായിരുന്നു, പിന്നെ വർക്കില്ല, വരുന്ന ക്ലയൻസിനെ നിലനിർത്താൻ പറ്റുന്നില്ല. ഇതൊക്കെയാ വിഷയം. അവർ ഒരു പ്രാവശ്യം വന്ന് അവിടെ കയറിയിരിക്കുമ്പോൾ വന്ന് കയറിപ്പോയില്ല ഇനി ചെയ്തിട്ട് പോകാം എന്നുള്ളൊരു ടെൻഡൻസി ആയിരിക്കും അവർക്ക്. പിന്നെ അവരങ്ങോട്ട് വരത്തില്ല. അവരവിടെ വന്നിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയുക ആ ഒരു പ്രൈവസി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് അടുത്ത പ്രാവശ്യം അവിടെ തന്നെ വരും. മനസ്സിലാവുന്നേ? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന്, ക്യാമറ അവോയ്ഡ് ചെയ്യണം. 2, മറ്റേ എന്താ പറയുക ത്രെഡിങ് ഇട്ടേക്കുന്നതിൻ്റെ അത്രയും വലിപ്പമുള്ള റൂമൊന്നും വേണ്ട, ഒരു മീഡിയം റൂം. സാറിന് 2 ഫേഷ്യൽ ബെഡൊക്കെ ഒരു വിധപ്പെട്ട വലിയ ബ്യൂട്ടി പാർലർ പോലെ ഒരു റൂമിനകത്ത് 2 ഫേഷ്യൽ ബെഡൊക്കെ അവർ സെറ്റ് ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞാൽ അടുത്ത റൂമിലായിരിക്കും അവർ ഫേഷ്യൽ ബെഡ് സെറ്റ് ചെയ്യുക. കാരണം 1-2 പേർക്ക് മാത്രം ഇത് ചെയ്യുന്ന വർക്ക് ചെയ്യത്തക്ക രീതിയിൽ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വരുന്ന ക്ലയൻസ് നമുക്കവിടെ നിലനിർക്കും. പിന്നെ അവിടെയും ലൈവ് പ്ലാൻസ് നമുക്ക് വയ്ക്കാം. എപ്പോഴും പാർലറിലെ എല്ലാ ഭാഗത്തും നമുക്ക് ലൈവായിട്ടുള്ള അവിടെ ഈ ഫിഷ് ടാങ്ക് ഒന്നും വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്ലാന്റ്സ് നമുക്ക് ലൈവായിട്ടുള്ള ബാമ്പോ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഭാഗത്ത് സെറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ വരുന്നത് നമുക്ക് മസാജിങ്. ഇപ്പം എല്ലാ പാർലറിലും അത് ചെയ്യുന്നില്ല, ഒരുവിധപ്പെട്ട ഒരു ഹയസ്റ്റ് ആയിട്ടുള്ള അടുത്തൊക്കെ മാത്രമേ അത് ചെയ്യൂ. പൊതുവെ ഈ ഫേഷ്യൽ ചെയ്യുന്നിടത്ത് തന്നെ മസാജ് ചെയ്യുന്ന അങ്ങനെ പെഡിക്യൂർ മാനിക്യൂറൊക്കെ അവിടെയാണ് ചെയ്യുന്നത്. മസാജിങ് എന്ന് പറയുമ്പോൾ ഇപ്പം പല എന്താ പറയുക അവർക്ക് പുതിയ എന്തോ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. ശരിക്കും ആയുർവേദത്തിൽ ചെയ്യുന്നൊരു ടെക്നിക്ക് അവർ യൂസ് ചെയ്യുന്നുണ്ടത്. കാരണം ബാംഗ്ലൂരൊക്കെ 1-2 പാർലറൊക്കെ ഞാൻ സെറ്റ് ചെയ്തപ്പോൾ അവിടെയൊക്കെ ഉണ്ട്. അതിനകത്ത് സെപ്പറേറ്റ് അവർക്ക് ലൈസൻസോ കാര്യങ്ങളൊക്കെ എന്തോ ഉണ്ട്. പക്ഷെ അതും നമ്മളിതേപോലെ ഈ ഫേഷ്യലിൻ്റെ കൂടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാതെ സെപ്പറേറ്റ് ആണ് സെറ്റ് ചെയ്യേണ്ടത്. അത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാണ് ഏറ്റവും നല്ലത്. കാരണം അവരുടെ അതെന്ന് പറയുമ്പം ഏറ്റവും നല്ല സേഫ്റ്റി ആയിട്ടുള്ള റൂമായിരിക്കണം. അല്ലാത്ത റൂമിലൊക്കെ നമ്മളത് കൊണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെഡ് മാത്രമേ അവിടെ ഉണ്ടാകത്തുള്ളൂ, ആരും ഉണ്ടാകത്തില്ല. കാരണം ആൾക്കാർ വന്ന് നോക്കുമ്പോൾ നല്ല സൂട്ടബിൾ ആയിട്ടുള്ള റൂമായിരിക്കണം. മസാജിങ്ങിൻ്റെ കാര്യങ്ങൾ എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നതാണ്. ബ്യൂട്ടി പാർലറിൽ പോയി ഒന്ന് ബോഡി മസാജൊക്കെ ചെയ്യണമെന്ന് എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ അവർക്ക് അതിൻ്റെതായ പ്രൈവസി നമുക്ക് അതിനകത്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ വരും. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ബ്യൂട്ടീഷ്യൻ എന്ന് പറയുന്നത് ഒരു ഡോക്ടറെ പോലെ ആണ്. ഡോക്ടർക്ക് തുല്യമായിട്ടുള്ള വാല്യൂ ഉള്ളവരാണ്. കാരണം എന്താ പറയുക സ്കിന്നിനൊക്കെയാണ് അവർ നോക്കുന്നത് അല്ലേ? അപ്പോൾ അതിനെന്തെങ്കിലും അവരുപയോഗിക്കുന്ന ആ ഒരു കോസ്റ്റ്യൂംസിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ബ്യൂട്ടീഷ്യൻ എപ്പോഴും സെൽഫ് കോൺഫിഡൻസ് കൂടുതലായിട്ടാണ് അവർക്ക് ആവശ്യം. ഇന്ന് ആരും വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോഴും പ്ലസൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അതുകൊണ്ട് ഇവിടങ്ങളിലൊക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നു അല്ലേ ഈ മസാജിങ്ങിന്റെ ഒക്കെ ഇതൊക്കെ? അതെ, ഇത്തരം ഈ മസാജും ഇത്തരം ആധുനിക സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പൊതുവെ ഇങ്ങനെ ബ്യൂട്ടി പാർലർക്ക് ഇവിടെയും കൊടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പല നല്ല ഹയസ്റ്റ് ആയിട്ടുള്ളടത്ത് കൊടുക്കണം. ഇനി ചെറിയ ചെറിയ പാർലേഴ്സ് ഒന്നും അതില്ല, എന്നാലും അവർക്ക് അതിൻ്റെതായ ക്ലയൻസ് അവിടെ കിട്ടുന്നുണ്ട്. ചെറിയ പാർലറൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടി പാർലർ എങ്ങനെ കൊണ്ടുപോകാം അത് ഞാൻ പറഞ്ഞു. ജസ്റ്റ് ഞാൻ എല്ലാം കൂടെ ഒന്ന് ഓടിച്ച് പറയാം. ഫസ്റ്റ് റിസപ്ഷൻ, അവിടെ ടിവിയോ കാര്യങ്ങളൊന്നും പാടില്ല. ബാക്കി ത്രെഡിങ്, അതേപോലെ തന്നെ ഫേഷ്യൽ, ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇതിനെക്കുറിച്ച് ഒരു ബ്യൂട്ടി പാർലറിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ പാർലർ നടത്തുന്ന ആളുടെ ഡേറ്റ് ഓഫ് ബർത്തും പാർലറിൻ്റെ ഡയറക്ഷൻ ഇതൊക്കെ ഒരു പേപ്പറിൽ നോട്ട് ചെയ്തിട്ട് എന്നെ വിളിക്കുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ വന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ പാർലർ വന്ന് നോക്കി അത് കറക്റ്റ് ചെയ്ത് തരാം. നമസ്കാരം.